അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഈ ദിക്ർ മതി. ആളിക്കത്തുന്ന തീയെ വെള്ളം കൊടുത്തും പോലെ നമ്മുടെ സകല പ്രശ്നങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഈ ദിക്ർ കൊണ്ട് കെട്ടടങ്ങും. ഉറപ്പ് 100%. എല്ലാവരും മുറുകെ പിടിച്ചുകൊള്ളുക. ഈ ദിക്ർ നല്ല വിശ്വാസത്തോടെ ചൊല്ലി നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ റബ്ബിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഉടനടി റബ്ബ് പരിഹാരം നൽകും ഇൻഷാ അല്ലാഹ്. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ 11 നേട്ടങ്ങൾ അവന് ലഭിക്കും. 1. പ്രയാസങ്ങൾ മാറും. 2. ബുദ്ധിമുട്ടുള്ള ജോലികൾ ലളിതമാകും. 3. ആത്മവിശ്വാസം വർദ്ധിക്കും. 4. കഷ്ടപ്പാടുകൾ എളുപ്പമാകും. 5. വിവാഹ പ്രശ്നങ്ങൾ പരിഹരിക്കും. 6. കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. 7. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറും. 8. ഈമാൻ ദൃഢമാകും. 9. ഭയം, പേടി, വെപ്രാളം എല്ലാം നീങ്ങും. 10. മാനസിക വിഷമങ്ങൾ നീങ്ങും. 11. എല്ലാ ആഗ്രഹങ്ങളും നീങ്ങും. ദിക്ർ പറയാം ഇൻഷാ അല്ലാഹ്. ഇശാ നിസ്കാരശേഷം ആദ്യം ഇബ്രാഹിമിയ സ്വലാത്ത് അഥവാ നിസ്കാരത്തിൽ നാം ചൊല്ലിവരുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് 3 തവണ ചൊല്ലുക. ശേഷം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ 450 തവണ ചൊല്ലുക. എണ്ണം കൂടാനും കുറയാനും പാടില്ല. 450 തവണ കൃത്യം ചൊല്ലുക. ശേഷം ആദ്യം ചൊല്ലിയ ഇബ്രാഹിമിയ സ്വലാത്ത് 3 തവണ ചൊല്ലി അവസാനിപ്പിച്ച് ദുആ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ സകല വിഷമങ്ങൾ വേഗത്തിൽ നീങ്ങി ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കിട്ടും. അശുദ്ധി സമയത്തും ഈ ദിക്ർ സ്ത്രീകൾക്ക് ചൊല്ലാവുന്നതാണ് ട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.